അമ്മയാണ് ഇവിടെ പ്രധാന പ്രശ്നം സൃഷ്ടിക്കുന്നത് എന്നാണ് ദർശന പറഞ്ഞിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ദർശന എഴുതിയ മെയിലേക്കൊന്ന് കിടക്കാം. ഹലോ മാഡം, എൻ്റെ പേര് ദർശന. 24 വയസ്സ് കഴിഞ്ഞു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 8 മാസമായി. അമ്മയ്ക്കും അച്ഛനും ഞാൻ ഒറ്റ മോളാണ്. ഏകദേശം 10 വർഷത്തിന് മുമ്പ് എൻ്റെ അച്ഛനും അമ്മയും അച്ഛൻ്റെ മറ്റൊരു ബന്ധത്തെ ചൊല്ലി വലിയൊരു വഴക്കുണ്ടായി. അതോടുകൂടി അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങി. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഒരു കൂസലുമുണ്ടായിരുന്നില്ല. അവർ എൻ്റെ മകളെ ഞാൻ ഒറ്റയ്ക്ക് വളർത്തിക്കോളാം എന്ന് പറഞ്ഞ് ഞാനും അമ്മയും കൂടിയാണ് ആ വീട്ടിൽ പിന്നീട് താമസമാക്കിയത്. എൻ്റെ അച്ഛൻ വല്ലപ്പോഴും വരും. വീട്ടിനകത്തേക്ക് കയറില്ല. പുറത്തുനിന്ന് എന്നോട് സംസാരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ വന്ന് എന്നെ കാണും. ചിലപ്പോൾ പണം തന്നെങ്കിലായി. പണത്തിന് എനിക്കോ അമ്മയ്ക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ ഒരു സ്വകാര്യ ഫിനാൻഷ്യൽ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് നല്ല സാലറി ഉണ്ട്. അമ്മ പിന്നീട് വിവാഹമൊന്നും കഴിച്ചില്ല. അച്ഛനെ പറ്റി കുറ്റം മാത്രമേ അമ്മ പറയുകയുള്ളൂ. അങ്ങേർ സ്ത്രീകളെ നോക്കി പായുന്ന ഒരു കുതിരയാണെന്നാണ് അമ്മ പറയുന്നത്. അങ്ങയുടെ കാര്യം പറയരുത്, നിന്നെ വന്ന് കാണുകയാണെങ്കിൽ കൂടുതൽ അടുക്കരുത് എന്ന് പറയും. എനിക്കും അമ്മ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാത്ത പ്രകൃതമാണ് അച്ഛൻ്റേത്. കാണാൻ വരും, പിന്നെ അച്ഛന് വരേണ്ട എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ വരികയും ചെയ്യും. അതല്ലാതെ നോക്കുമ്പോൾ അമ്മയേക്കാൾ 2 ഇരട്ടി ശമ്പളം കിട്ടുന്ന അദ്ദേഹം എനിക്ക് വേണ്ടി 5 പൈസ പോലും ചിലവാക്കിയിരുന്നില്ല. അതെനിക്ക് വല്ലാത്ത ദുഃഖമായിരുന്നു. വേറെ ഒരു സ്ത്രീയെ കണ്ടെത്തി അവരുടെ കൂടെ വെറുതെ കഴിയുകയായിരുന്നു അച്ഛൻ. ആ വകയിൽ മക്കളൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം ജീവിതം ആസ്വദിക്കുന്നു. എൻ്റെ ജീവിതം അച്ഛനും അമ്മയും സെപ്പറേറ്റായി ദുരിതത്തിലുമായി എന്ന് ഞാൻ വിചാരിച്ചു. എങ്കിലും അമ്മയുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞാൻ വളരെ മികച്ച രീതിയിലാണ് പഠിച്ച് പാസ്സായത്. പക്ഷേ അമ്മ എന്നോട് പറഞ്ഞു, 1 വർഷം ജോലിക്ക് പോയ ശേഷം നിന്നെ ഞാൻ കല്യാണം കഴിച്ചു വിടും. കാര്യം ഇവിടെ ഇപ്പോൾ നാഥനില്ല, ഒരു നാഥൻ വേണം. എനിക്ക് നാഥനൊന്നും വേണ്ട. എനിക്ക് ആണുങ്ങളെ സഹിക്കാൻ ഇനി പറ്റില്ല. പക്ഷേ നിനക്ക് ഞാൻ നല്ല സ്വന്തനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി തരും. നീ എത്രയും പെട്ടെന്ന് വിവാഹ ജീവിതം തുടങ്ങണം. അവൻ ശരിയാണോ അല്ലയോ എന്ന് അറിയണം. നല്ലവനാണെങ്കിൽ നീ കൂടെ താമസിക്കുക, ഇല്ലെങ്കിൽ നീ ഇട്ടിട്ട് പോരുക എന്ന് അമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞമ്മേ, അതിനിപ്പോൾ പെട്ടെന്ന് കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ? എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. നിന്റെ ജീവിതമെങ്കിലും നന്നാകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ കുട്ടികളൊക്കെ 3-4 വർഷം കഴിഞ്ഞിട്ട് മതി. അതും ഓർമ്മയിലിരിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ അമ്മ എനിക്ക് എല്ലാ ഉപദേശങ്ങളും തരുമായിരുന്നു. പിന്നെ അമ്മ തന്നെ കണ്ടെത്തിയതാണ് ചെക്കനെ. എന്നോട് പറഞ്ഞിരുന്നു ആരെയും പ്രേമിക്കരുതെന്ന്. അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ജീവിച്ചത്. കല്യാണ സമയത്ത് അച്ഛനെ വിളിച്ചു. അച്ഛൻ ചെക്കനെ ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥിരം ജോലിയുള്ള ഒരാളാണ്, നല്ലൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ. പിന്നെ സുന്ദരനുമാണ് കാണാൻ. ഒരു കുഴപ്പങ്ങളും ഇല്ല. എല്ലാവരോടും അന്വേഷിച്ചതാണ്. അപ്പോൾ പിന്നെ എനിക്കും നോ പറയാൻ തോന്നിയില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം വളരെ ആർഭാടമായി നടന്നത്. ഭർത്താവ് ഒരു പാവമാണ്. എന്നെ വലിയ ഇഷ്ടമാണ്. ഞാൻ വലിയ സുന്ദരിയാണെന്ന് അംഗീകരിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ആദ്യത്തെ ദിവസം മുതൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും സഹകരണത്തിൻ്റെ ആഴത്തിലുള്ള തുടിപ്പുകൾ കൈമാറി കിട്ടിയിരുന്നു. എൻ്റെ ജീവിതം വളരെ നന്നായി പോകുമെന്ന് എനിക്ക് ഒരാഴ്ച കൊണ്ട് തോന്നി. അടുക്കും ചിട്ടയും വൃത്തിയുമൊക്കെ ഇത്തിരി കൂടുതലാണ്. OCD ഉണ്ട്. പക്ഷേ ആ OCD എനിക്ക് അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. കാര്യം അടിമുടി വൃത്തിയായുള്ള ഒരാളാണ്. സൗന്ദര്യമുള്ള പലർക്കും വൃത്തി ഫീൽ ചെയ്യില്ല. പക്ഷേ അങ്ങനെയല്ല, നല്ല സുഗന്ധം പരത്തുന്ന ഒരാളാണ് എൻ്റെ ഭർത്താവ്. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ എന്നോട് പല കാര്യങ്ങളിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമല്ല എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. ബാക്കി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെല്ലാം വമ്പിച്ച സഹകരണം ഞാൻ പുറത്തെടുത്തു. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ വൃത്തിയും വെടിപ്പും തന്നെ. അങ്ങനെയുള്ളപ്പോൾ പിന്നെ സ്ത്രീകൾക്ക് ഒരിക്കലും മടി തോന്നുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കല്യാണം കഴിഞ്ഞ് 3-ാം മാസം അദ്ദേഹത്തിന് ട്രാൻസ്ഫറായി. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മായിമ്മ പറഞ്ഞു, എടാ നീ ഇപ്പം കൊണ്ടുപോകണ്ട. ആ നഗരത്തിൽ നീ പോയി ഒന്ന് നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രം അവളെ കൊണ്ടുപോയാൽ മതി. പിന്നെ വടക്കൻ ജില്ലകളിലേക്ക് വിടാൻ അമ്മായിയമ്മയ്ക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. 15 ദിവസം കൂടി ഇരിക്കുമ്പോൾ ഹസ്ബൻഡ് വരും. 2-3 ദിവസം ഇവിടെ നിൽക്കും, എന്നിട്ട് പോവുകയും ചെയ്യും. കുട്ടികളൊക്കെ കുറേ നാൾ കഴിഞ്ഞ് മതി എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു. എൻ്റെ അമ്മ ദിവസവും ഞങ്ങളെ വിളിക്കും. അമ്മ തന്നെയാണ് താമസിക്കുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ അമ്മയുടെ കൂടെ പോയി താമസിക്കും. അമ്മയ്ക്ക് പരാതിയും പരിഭവമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി സ്നേഹത്തോടുകൂടി കഴിഞ്ഞാൽ മതി എന്നാണ് അമ്മയുടെ ലൈൻ. പിന്നെ എൻ്റെ അമ്മായിച്ചൻ, പുള്ളി അവിടെ ഇല്ല. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്. മാസത്തിൽ ഒരിക്കൽ വരും, അത്രയേ ഉള്ളൂ. വലിയ ബിസിയാണ്. ഒരു കെയർ ടേക്കറാണ് പുള്ളി. എന്നെ ഭയങ്കര കാര്യമാണ്. വരുന്ന സമയത്ത് എനിക്ക് വേണ്ടി സീറ്റ്സും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വിളിച്ചു വെച്ചിട്ട് കൊണ്ടുവരും. എറണാകുളത്ത് നിന്ന് എന്തെങ്കിലും പ്രത്യേക സംഗതികൾ വേണമെങ്കിൽ അത് വാങ്ങിച്ചോണ്ട് വരും. അത്രയ്ക്ക് സ്നേഹമാണ്. അവർക്ക് പെൺകുട്ടികളില്ല, 2 ആൺമക്കളാണ്.
ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. രണ്ടു കൂട്ടർക്കും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കേരളത്തിന് വെളിയിലാണ് താമസിക്കുന്നത്. ഇങ്ങോട്ട് വരുന്നത് വളരെ കുറവാണ്. വല്ലപ്പോഴും വിളിക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മരുമോളായ എന്നോട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് അമ്മായിച്ചന്. അദ്ദേഹം ദേഹം നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. കണ്ടു കഴിഞ്ഞാൽ വെളുത്ത് തുടുത്ത് ചുവന്നിരിക്കുകയാണ്. ഒരു നര പോലുമില്ലാത്ത ഒരു മനുഷ്യൻ. അത്രയ്ക്കും സുന്ദരനാണ്. പക്ഷെ അമ്മായിമ്മ അത്ര സൗന്ദര്യമുള്ള സ്ത്രീയൊന്നുമല്ല. അമ്മായിച്ചനുമായിട്ട് അത്ര നല്ല കോർഡിനേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. എങ്ങനെയാണ് അമ്മയെ അച്ഛൻ കല്യാണം കഴിച്ചിരിക്കുക എന്ന് ഞാൻ ഓർക്കാറുണ്ട്. അവരുടെ വിവാഹാൽബം കാണുമ്പോഴേക്കും അതീവ സുന്ദരനായ ഒരു മനുഷ്യൻ. പക്ഷേ അയാളുടെ അടുത്ത് നിലവിളക്കിൻ്റെ അടുത്ത് കരിവിളക്ക് കത്തിച്ചതുപോലെ അമ്മായിമ്മയും എന്ത് കണ്ടിട്ടായിരിക്കും അമ്മായിച്ചൻ അമ്മായിമ്മയെ കല്യാണം കഴിച്ചത് എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഉത്തരം ഞാൻ തേടിപ്പോയിട്ട് കാര്യമില്ലല്ലോ. ആരോഗ്യത്തിന് ഒട്ടും കുഴപ്പമില്ലാത്ത അമ്മായിച്ചൻ വേറൊരു മുറിയിലാണ് കിടക്കുന്നത്. അമ്മായിമ്മയ്ക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അവരും നോക്കുമ്പോൾ അമ്മായിച്ചനേക്കാൾ കുറച്ചൊക്കെ പ്രായം തോന്നിക്കുമെങ്കിലും ചെറുപ്പം തന്നെയാണ്. അവരുടെ ഇടയിൽ ബന്ധത്തിൻ്റെ ഊഷ്മളത നഷ്ടപ്പെടാനുള്ള പ്രായമായിട്ടില്ല. എന്നിട്ടും രണ്ടുപേരും രണ്ടു മുറിയിലാണ് കിടക്കുന്നത്. ഭർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പണ്ട് തൊട്ടേ അങ്ങനെയാണെന്ന് പറഞ്ഞു. ഇവരും ഇനി എൻ്റെ അമ്മയും അച്ഛനെ പോലെ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആൾക്കാരാണെന്ന് ചോദിച്ചപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, അതൊന്നുമല്ല, കേട്ട് കഴിഞ്ഞാൽ വിചിത്രമാണെന്ന് പറയും. കാരണം എൻ്റെ അച്ഛൻ പുള്ളി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കറങ്ങിയുമൊക്കെയാണ് ഉറങ്ങുന്നത്. അമ്മ അടുത്ത് കിടപ്പുണ്ടെങ്കിൽ അമ്മയെ ഉറക്കില്ല. അത് വേറൊന്നും കൊണ്ടല്ല, പുള്ളിയുടെ ഉറക്കത്തിലെ ഹാബിറ്റ് കൊണ്ടാണ്. അതുകൊണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രണ്ടുപേരും രണ്ടു മുറിയിലാണ് കിടക്കുന്നത്. മോളെ, ആവശ്യങ്ങൾക്കൊന്നിച്ചിട്ട് ആവശ്യം കഴിയുമ്പോൾ പുള്ളിക്കാരൻ്റെ ഇഷ്ടത്തിന് ഉറങ്ങാൻ വിടുന്നതാണ് നല്ലതെന്ന് അമ്മ കുഞ്ഞമ്മയോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സത്യം. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടുപേരും തമ്മിൽ ഇത്തിരി അകൽച്ചയിലാണ്. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. ഭാര്യയും ഭർത്താവുമല്ലേ, നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതിലുപരി അച്ഛനും അമ്മയും. ഞാൻ പറഞ്ഞു ശരിയാണ്. എന്നാൽ അത് നല്ലൊരു ഐഡിയ ആണ്. ഉറങ്ങാൻ നേരത്ത് നമുക്ക് പല ശീലങ്ങളുമുണ്ട്. സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം. ഭാര്യയ്ക്കും ഭർത്താവിനും സെപ്പറേറ്റായിട്ട് ഓരോ മുറിയുള്ളത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അയ്യടി മിടുക്കി, നിന്നെ ഞാൻ വേറൊരു മുറിയിൽ കിടത്തി ഉറക്കാൻ കേട്ടോ, നീ ഒരുങ്ങിയിരുന്നു എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഭർത്താവ് ഉള്ളപ്പോഴാണ് ഞാൻ കൂർക്കം വലിച്ച് ശരിക്കുറങ്ങുന്നത്. എനിക്ക് പുള്ളിയുള്ളത് ഒരു സുരക്ഷിത ബോധം തന്നെയാണ്. അപ്പോൾ ചോദിക്കും, ഒത്തിരി കാലമൊന്നും ആയില്ലല്ലോ എന്ന്. അതിനിപ്പോൾ ഒത്തിരി കാലമൊന്നും ആകേണ്ട കാര്യമില്ലല്ലോ മാഡം, വളരെ കുറച്ച് സമയം പോരെ രണ്ടുപേരും തമ്മിൽ അടുക്കാൻ. ഭാര്യയും ഭർത്താവ് എന്ന് പറയുമ്പോഴേക്കും അത്രയ്ക്കും അടുപ്പമുള്ള ബന്ധമല്ലേ. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് എല്ലാ ആണുങ്ങളെയും കുറ്റം പറയുന്ന എൻ്റെ അമ്മ. പക്ഷേ എൻ്റെ അമ്മായച്ചനെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറയുന്നത്. പുള്ളി ഒരു പക്കാ ജെൻറ്റിൽമാനാണ്. കണ്ടോ എന്ത് രസമാണ്. മുഖത്തൊന്ന് സിന്ദൂരം തൊട്ടെടുക്കാം. അതുപോലെ നല്ല ചുവന്ന് തൊടുത്ത ഒരാൾ, രാജകലയുള്ള ആളാണ്. പുള്ളിയൊക്കെ വലിയ കൊട്ടാരത്തിൽ ജനിച്ച ആളാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ കൊട്ടാരത്തിൽ ജനിച്ചെങ്കിൽ മാത്രമേ വെളുത്ത് തൊടുത്തിരിക്കത്തുള്ളൂ, അല്ലാതെ സാധാരണ വീട്ടിൽ ജനിച്ച് കഴിഞ്ഞാൽ വെളുത്ത് തൊടുക്കില്ലേ എന്ന് ഞാൻ ചോദിക്കും. ഒന്ന് പോടി, പുള്ളിയുടെ കല നീ കണ്ടോ? അമ്മേ, ഇത്രയും മാസങ്ങൾ അവിടെ ജീവിച്ചിട്ടും പുള്ളിയുടെ കല കാണാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. അമ്മ എവിടെ നിന്നാ കല കണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നെ തല്ലാൻ വന്നു. ഇത്രയും നാൾ മിണ്ടാപ്പൂച്ച പോലെ ഞാൻ പറഞ്ഞത് കേട്ട് നടന്ന പെണ്ണാണ്. ഇപ്പം കല്യാണം കഴിച്ചപ്പോഴേക്കും അവൾക്ക് അഹങ്കാരവും നാക്കിന് ഒരു മുഴം നീളം കൂടി. കലയെന്ന് പറഞ്ഞപ്പം നീ എന്ത് കൊലയാടി ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. എന്തായാലും ഞാനും കുറച്ച് സ്വാതന്ത്ര്യം അമ്മയുടെ അടുത്ത് എടുക്കാൻ തുടങ്ങി. ഞാനും ഇപ്പം ഭാര്യ ആയല്ലോ. ഭർത്താവ്, ഭാര്യ, ആണ്, പെണ്ണ്, ഈ ബന്ധങ്ങളൊക്കെ എനിക്കറിയാമല്ലോ. ഒരു ലൈസൻസ് ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെയും ഒരു ദിവസം അച്ഛനെ വർണ്ണിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു, അല്ല, എൻ്റെ അമ്മായിച്ചനെ വർണ്ണിച്ച് അമ്മ എന്തിനാ ഈ പറയുന്നത്? ശരിക്കും അദ്ദേഹത്തെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒരിഷ്ടം തോന്നിയെന്ന്. ഒന്ന് പോടി, എനിക്ക് പുരുഷന്മാരെ വെറുപ്പാണ്. പിന്നെ പുരുഷന്മാരെ വെറുപ്പ് അത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളത്തരമാണ് അമ്മേ. ഞാനൊരു കാര്യം പറയാം, എൻ്റെ അമ്മായിച്ചനും അമ്മായിയമ്മയും തമ്മിൽ നല്ല ടേംസ് ഒന്നുമല്ല. അവർ രണ്ടുപേരും രണ്ടു മുറിയിലാണ് കിടക്കുന്നത്. ആഹാ, അങ്ങനെയൊക്കെയാണോ? എന്നിട്ട് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അത് നിന്റെ അമ്മയോട് പറയുന്നത്. അവർ രണ്ടുപേരും രണ്ടു മുറിയുണ്ട്, അതുകൊണ്ട് അവിടെ കിടക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ രണ്ടുപേരും തമ്മിൽ നല്ല അകലത്തിലാണ്. അമ്മയ്ക്ക് ട്രൈ ചെയ്യാമെങ്കിൽ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ, എടീ, നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചത്? അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, നിൻ്റെ അമ്മായിപ്പനാണ്. നല്ല വാക്ക് ഞാൻ പറഞ്ഞപ്പോഴേക്കും നീ എന്നെ വഴിയിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ പോലെയാണോ പറയുന്നത് എന്ന് പറഞ്ഞ് എന്നെ കടിച്ചു കയറാൻ വന്നു. ഞാൻ പറഞ്ഞു, ട്രൈ ചെയ്താൽ ഓക്കെ ആകും. ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. എനിക്ക് വേറൊന്നും അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ പുകഴ്ത്തുകയോ പുകഴ്ത്താതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് വെട്ടിത്തിരിഞ്ഞു പോയി. എന്തായാലും അമ്മയ്ക്ക് എന്തോ ഇളക്കം തട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അമ്മായിച്ചൻ അത്രയും മൃദുഭാഷയാണ്. മനോഹരമായ സംസാരം, ചിരി, പിന്നെ ആകർഷണീയമായ രൂപവും. എൻ്റെ ഭർത്താവിനെ വെച്ച് നോക്കുമ്പോഴേക്കും അദ്ദേഹം ഒത്തിരി സുന്ദരനാണ് ഇപ്പോഴും.
ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ഛൻ നിൻ്റെ അമ്മയോട് എന്തോ സോഫ്റ്റ് കോർണറുണ്ട്, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൈഡ് വലിവുണ്ട്, എന്തെങ്കിലും പ്രശ്നമാകുമോ? നിനക്കറിയാമേ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ അമ്മ കോലം തുള്ളാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാൾ മികച്ച ആരുമില്ല. ഈ ഭൂമി വേണമെങ്കിൽ അവരിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കീഴ്മേൽ മറിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മൾ ചുമ്മാ കനവ് കാണുന്നതല്ലേ, അവർ തമ്മിൽ അങ്ങനൊന്നുമില്ല. അമ്മ പറഞ്ഞപ്പോൾ അമ്മയൊന്ന് ഇളക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത്രയും കാലമായിട്ടും ആണുങ്ങളെപ്പറ്റി നല്ല അഭിപ്രായം അമ്മ പറഞ്ഞിട്ടില്ല. അച്ഛനെ പറ്റി പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്താന്ന് പറഞ്ഞു. കാര്യങ്ങൾ കണ്ടിട്ട് നീ ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല, രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ അടിയൊഴുക്കുകൾ ഉണ്ടെന്ന് തോന്നുന്നു, എന്താകുമെന്ന് അറിയില്ലെന്ന് ഹസ്ബൻഡും പറഞ്ഞു. ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന വിഷയമല്ലല്ലോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു, എടി നിന്റെ അമ്മായച്ചൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു. എന്തിനാ അമ്മയെ വിളിച്ചത്? പുള്ളിയുടെ കമ്പനിയിൽ നിന്ന് ഒരു ടൂർ പോകുന്നുണ്ട്, കുറച്ച് സീറ്റ്സ് ഒഴിവുണ്ട്, ഞാനും ചെല്ലുന്നെന്ന് ചോദിച്ചു. ആഹാ, അമ്മ ചെല്ലുന്നതെന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ ചെല്ലുന്നതെന്ന് ചോദിച്ചില്ലല്ലോ, എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല, വല്ലപ്പോഴും വരികയുള്ളൂ, ഞാൻ ആ വീട്ടിൽ വെറുതെ നിൽക്കാണല്ലോ. എന്നിട്ട് അച്ഛൻ വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും എന്നോട് ഇങ്ങനൊരു ടൂറ് ഉള്ള കാര്യം പറഞ്ഞില്ലല്ലോ. അത് പിന്നെ പുള്ളി മറന്നു പോയതായിരിക്കും. ഞാൻ പറഞ്ഞു, ഇത് മറവിയൊന്നുമല്ല, അങ്ങനെ ഒരു ടൂർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് അച്ഛനമ്മ വിളിച്ചത് വേറെ എങ്ങോട്ടേക്കോ ആണ്. നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധം തുടങ്ങിയിട്ടുണ്ട്. പുള്ളി കൂടെ കറങ്ങാൻ വിളിച്ചതല്ലേ? സത്യം പറഞ്ഞു, ടൂറുണ്ടോ ഇല്ലയോ എന്നുള്ളത് അച്ഛൻ്റെ ഓഫീസിൽ വിളിച്ച് ഞാൻ തിരക്കിക്കോളാം, ഹസ്ബൻഡിന് അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടി നീ പറഞ്ഞതുപോലെ തന്നെയാ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്. ശരിക്കും ഒരു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഏത് അമ്പലത്തിൽ? അതും തൃശ്ശൂരുള്ളൊരു അമ്പലത്തിൽ നമുക്ക് പോകാം, തലേദിവസം ഇറങ്ങണം, 2 ദിവസം അവിടെ നിന്നിട്ട് വരാമെന്ന്. അതെന്താ അമ്പലത്തിൽ ഭജന ഇരിക്കാൻ പോകണം രണ്ടുപേരും കൂടെ? അതല്ലടി, അവിടെ പോയി താമസിച്ച് കുളിച്ച് തൊഴുത് തിരിച്ചു പോരാമെന്ന് പുള്ളി പറഞ്ഞു. ഞാനും എങ്ങും പോയിട്ടില്ലല്ലോ, വർഷങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകണമെന്ന്. അതെന്താ അമ്മയ്ക്ക് പറ്റാത്തത്? പണമൊക്കെ ഇഷ്ടം പോലില്ലേ? എന്നോട് പറഞ്ഞ് ഞാനും കൂടെ വരില്ലേ? അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടെ വരില്ലേ? അതല്ലടി, പുള്ളി വിളിച്ചതാണ്. നീ പറഞ്ഞില്ലേ അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ അടുത്തടുത്ത മുറികളിൽ സെപ്പറേറ്റഡ് ആണെന്നും. അപ്പം പുള്ളിക്കാരൻ വിളിച്ചപ്പം ഞാൻ ചോദിച്ചു, പുള്ളി എന്തിനാണ് അമ്മ എപ്പോഴെപ്പോഴും വിളിക്കുന്നത്? എന്തിനും ആവശ്യമൊക്കെ ഉള്ളപ്പോൾ ഔദ്യോഗികമായിട്ടാണെങ്കിലും പുള്ളി വിളിക്കും. അത് നിങ്ങൾ ഒരേ കമ്പനിയല്ലേ വർക്ക് ചെയ്യുന്നത്? നീ അതിൽ തലയിടണ്ട. എൻ്റെ മരുമകൻ്റെ അച്ഛനോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ബന്ധമുള്ളവരാണ്. ഈ ബന്ധം എങ്ങോട്ട് പോവുകയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇന്നാളിന് ചേട്ടൻ എന്നോട് പറഞ്ഞതാണ് ഇത് കുളമാകുമെന്ന്. അവൻ എന്ത് പറഞ്ഞു? എന്തോ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ടെന്ന് ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞു. അയ്യോ, അവൻ അങ്ങനെ പറഞ്ഞോടി? എന്താ പിന്നെ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല, നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വിഷയം അവസാനിപ്പിച്ചു. അപ്പോൾ അവന് പ്രശ്നമൊന്നുമില്ലല്ലേ? ഞാൻ പറഞ്ഞു, എന്ത് പ്രശ്നം? നിനക്ക് പ്രശ്നമുണ്ടോടി? ഞാൻ ചോദിച്ചു, അമ്മ പറഞ്ഞു വരുന്നത് എന്താ? അല്ല, ഞാൻ പുള്ളിയുടെ കൂടെ തൃശ്ശൂരൊന്ന് കറങ്ങാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ അമ്മായിമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ആ തള്ളയുടെ വായിൽ കയറി ഇറങ്ങാൻ നിങ്ങൾ എത്ര മിടിക്കുകയാണെങ്കിലും പറ്റുകയില്ല. നിങ്ങൾ പോവുകയോ പോകാതിരിക്കുകയോ ഒക്കെ ചെയ്യുക, ഞാനായിട്ട് ആരോടും പറയില്ല. പക്ഷേ അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 2 പേരും അവസാനം കള്ളന്മാരെ പോലെ തല കുറിച്ച് നിൽക്കേണ്ടി വരും. അവർ വലിയ പ്രശ്നക്കാരിയാണെന്ന് പറഞ്ഞു. അതൊന്നും പ്രശ്നമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. നിനക്കെന്തെങ്കിലും അസൂയുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കെന്തിനും അസൂയ? എൻ്റെ ഭർത്താവല്ലല്ലോ, എൻ്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ കാര്യങ്ങൾ നന്നായിട്ട് നടക്കുന്നുമുണ്ട്. ഭർത്താവിൻ്റെ അച്ഛനോട് ഇപ്പം എനിക്കെന്താ അസൂയ? ഒരു പ്രശ്നവുമില്ല. അച്ഛനുമായി ഡൈവേഴ്സ് ആയപ്പോൾ തൊട്ട് ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ, അമ്മ വേണമെങ്കിൽ കല്യാണം കഴിച്ചോന്ന്. പക്ഷെ അമ്മ പറഞ്ഞെന്താണ്? ലോകത്തിലുള്ള ഒരു പുരുഷനെ എനിക്ക് ഇഷ്ടമല്ല, പുരുഷന്മാരെ വെറുപ്പാണെന്നല്ലേ പറഞ്ഞത്. ഇപ്പം അത് മാറിക്കിട്ടിയോ? എടി, നിൻ്റെ അമ്മായിച്ചൻ നല്ലൊരു മനുഷ്യനാണ്, അതെനിക്കറിയാം അമ്മേ. പക്ഷേ തീക്കൊള്ളി കൊണ്ട് പുറം ചൊറിയരുത് എന്ന് പറഞ്ഞു. എടി, കുഴപ്പമില്ല, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ല. ഞാൻ പറഞ്ഞു, ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കില്ല, ഞാൻ അവരോട് പറയില്ല, അമ്മ പോയിട്ട് വാ. പക്ഷേ അവരറിഞ്ഞ് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ആ വീട്ടിൽ നിന്ന് താമസം മാറേണ്ടി വരും, ബന്ധങ്ങളൊക്കെ തകരുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാകില്ല, ഞങ്ങൾ 2 പേരും അത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞു. നീ ആണെങ്കിൽ നിൻ്റെ അമ്മായച്ചനോട് ഒന്നും മിണ്ടരുത്, ഞങ്ങൾ പോകുന്ന കാര്യം ഞങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. എനിക്കാണെങ്കിൽ പിന്നെ നിന്നോട് പറയാതെ പോകാനൊരു മടി, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ വിശദമായി പറഞ്ഞെന്ന് പറഞ്ഞു. എന്തായാലും അമ്മ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒരു പക്ഷേ ഒരു സ്ത്രീക്ക് ഇത്രയും നാളും ഇങ്ങനെ ജീവിച്ചിട്ട് ഒരു പുരുഷനോട് ഇഷ്ടം തോന്നുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ എങ്ങനെയാണ് വേണ്ടാന്ന് പറഞ്ഞത്? എൻ്റെ അമ്മായച്ചനാണെങ്കിൽ പോലും അങ്ങനെ പറയാൻ എനിക്ക് തോന്നിയില്ല. അമ്മ പോയിട്ട് വാ എന്ന് പറഞ്ഞ് അവരെ 2 പേരെയും ഞാൻ ആശീർവദിച്ച് വിട്ടു. പക്ഷേ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ടെന്ന്. ഭർത്താവ് പറഞ്ഞു, റിസ്ക് ആണ്, ആരും അറിയാതെ മാനേജ് ചെയ്യാൻ പറയാൻ പറഞ്ഞു.
2 ദിവസം എന്ന് പറഞ്ഞ് പോയ അവർ 3 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. അമ്മ എന്നോട് പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, അദ്ദേഹം വളരെ സ്നേഹമുള്ളവനാണ്. ഞാൻ ചോദിച്ചു, അമ്മേ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. അതെല്ലാം ഓക്കെയാണ് മോളെ, പെർഫെക്റ്റ്ലി ഓക്കെ. എനിക്ക് അദ്ദേഹം നല്ലൊരു തുണയാണ്. ആർക്കൊരു പ്രശ്നമുണ്ടാകാതെ ഞങ്ങൾ ഒരു വഴി കൂടി അങ്ങ് പൊക്കോളാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചില്ല. അമ്മായച്ചൻ പക്ഷേ എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നതായിട്ട് ഭാവിച്ചതേയില്ല. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം വല്ലപ്പോഴല്ലേ വീട്ടിൽ വരികയുള്ളൂ. അതുകൊണ്ട് അമ്മായിമ്മയ്ക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം അങ്ങ് എറണാകുളത്തല്ലേ, ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ അവരുടെ ബന്ധം സമാന്തരമായി മുന്നോട്ട് പോകാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് അവർ പല സ്ഥലത്തും ടൂറ് പോയി. അമ്മ ഇതുവരെ അങ്ങനെ അവധിയെടുക്കില്ല, എങ്കിലും അവധിയെടുത്തും ഒക്കെ കറങ്ങി നടക്കാൻ തുടങ്ങി. ഇത് ഓവറായി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് അമ്മയോട് ഞാൻ വാൺ ചെയ്തു. പക്ഷേ അമ്മ പറഞ്ഞു, ഇപ്പോൾ കുറേ ഗ്രൂപ്പുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ രൂപീകരിച്ച് കുറേ സമാന മെൻറ്റാലിറ്റിയുള്ള ആളുകളെല്ലാം കൂടിയാണ് ഇടയ്ക്ക് ടൂർ പോകുന്നതെന്ന്. ഞാൻ ചോദിച്ചു, അതെന്ത് ഗ്രൂപ്പാണെന്ന്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സഹകരണം പുലർത്തുന്ന ഒരാളുകളുടെ ഗ്രൂപ്പാണ്. അതെല്ലാം എൻ്റെ അമ്മായിച്ചനാണ് കണക്ട് ചെയ്ത് തന്നത്. 40+ ഏജുള്ള ആളുകളുടെ ഗ്രൂപ്പാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വതന്ത്ര ചിന്താഗതിക്കാരായി ചാറ്റ് ചെയ്യും. എല്ലാവരും കൂടി പല സ്ഥലത്തും ഡിന്നറും മീറ്റപ്പും ഒക്കെ സംഘടിക്കും. അത് കഴിഞ്ഞ ശേഷം ഇഷ്ടമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ഹൃദയങ്ങൾ തുറന്ന് സംസാരിക്കും. പിന്നെ എന്താ നടക്കുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ മോഹിച്ചു പോകുന്നവർക്ക് കൂട്ടനൃത്തം അവിടെ നടത്താം. ഇതാണ് നടക്കുന്നത്. ആദ്യമൊക്കെ അമ്മ ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തോ ടൂർ ഗ്രൂപ്പ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ലെന്നും അവിടെ നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള പല കൈമാറ്റങ്ങളും കാര്യങ്ങളുമാണെന്ന് അമ്മ പിന്നീട് എന്നോട് പറഞ്ഞു. എനിക്കിതൊക്കെ കേട്ടപ്പോൾ പേടി തോന്നി. ഇതിനിടയ്ക്ക് ഹസ്ബൻഡിന് ചില പ്രശ്നങ്ങളുണ്ടായി. ജോലി സ്ഥലത്ത് ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. അത് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇഷ്യൂ ആയിരുന്നപ്പോഴേക്കും എനിക്ക് വല്ലാത്ത വിഷമമായി. സാമ്പത്തികമായി ഒത്തിരി ബാധയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവർ 5-6 പേർക്ക് ഒന്നിച്ചു വന്ന ഒരു വിഷയമാണ്. അതെനിക്കിവിടെ പറയാൻ പറ്റില്ല. അതൊരു പ്രത്യേക സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ആ അതാണോ, അതിന് നിന്റെ ഭർത്താവ് വർക്ക് ചെയ്യുന്നിടത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെയുള്ള ആളുകളുണ്ട്, വമ്പന്മാരാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആക്കാമെന്ന് പറഞ്ഞു. ഒന്ന് പോവമേ, ഇതങ്ങനൊന്നും സോൾവ് ആകില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അതൊന്നും ഒരു പ്രശ്നമില്ല, ഒറ്റ രാത്രി കൊണ്ട് നിന്റെ ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ആക്കി തരാമെന്ന് പറഞ്ഞു. നിന്റെ ഭർത്താവിനെ അതിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. ഞാനപ്പം അമ്മയോട് കാര്യങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു. ഭർത്താവിനോടും ഈ കാര്യങ്ങൾ പറഞ്ഞ് അമ്മയെ വിളിക്കാൻ പറഞ്ഞു. അമ്മയെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ശരി മോനെ, നമുക്കത് ശരിയാക്കാമെന്ന്. എന്തായാലും 2-3 ദിവസം കൊണ്ട് ഭർത്താവിൻ്റെ ആ പ്രശ്നം സോൾവായി. അത്ഭുതകരമായി ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഭർത്താവ് ഒഴിവാക്കപ്പെട്ടു. ബാക്കിയുള്ളവരുടെ മേലേക്കായി ആ പ്രശ്നങ്ങൾ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മയും അമ്മായച്ചനും കൂടി ചേർന്നുണ്ടാക്കിയ ഗ്രൂപ്പിൽ കൂടി വലിയ വലിയ കാര്യങ്ങൾ നടത്താമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ ഹസ്ബൻഡും ഇതൊക്കെ കണ്ട് ഭയങ്കര ഇംപ്രസ്ഡായി. എന്തായാലും അദ്ദേഹത്തിൻ്റെ തലവേദന തീർന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഈ പ്രശ്നം തീർത്തു തന്നാളെ നമുക്കൊന്ന് പോയി കാണണം, നന്ദി പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ ചേട്ടാ, അതിന് നമുക്ക് പോയി കാണാമല്ലോ എന്ന്. അങ്ങനെ ഹസ്ബൻഡ് വന്നപ്പോൾ ഒരു ദിവസം ലീവ് എടുത്തിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയി. അമ്മയ്ക്കും അറിയാവുന്ന ആളാണല്ലോ. അമ്മ പറഞ്ഞു, ഇന്ന് വരാൻ പറ്റില്ല മോളെ, ഞാൻ വന്നേക്കാം, നിങ്ങൾ പോയിക്കോ, അദ്ദേഹത്തെ പിന്നെ നമുക്ക് ഒന്നിച്ച് കാണാം, ഞാനും കൂടെ വരാം, ഇപ്പം നിങ്ങൾ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്നു. ഒരു 50 വയസ്സുള്ള മനുഷ്യനാണ്, വലിയ ഉയർന്നൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഞങ്ങളെ ഹാർദവമായി സ്വീകരിച്ചു. എൻ്റെ ഭർത്താവ് നല്ലൊരു ഗിഫ്റ്റ് അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഗിഫ്റ്റും പണവും ഒന്നും ഞാൻ മോഹിക്കുന്നില്ല, എനിക്ക് പണത്തിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല, അല്ലാതെയുള്ള കാര്യങ്ങളാണ് എനിക്കിഷ്ടം. അമ്മയെക്കുറിച്ച് അയാൾ നല്ല അഭിപ്രായങ്ങൾ ആദ്യം പറഞ്ഞു. അവരുടെ ഗ്രൂപ്പിലെ ഏറ്റവും ആക്റ്റീവ് മെമ്പറാണ് അമ്മ എന്നും പിന്നെ അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമാണെന്നൊക്കെ മറ്റു രീതിയിൽ സംസാരിച്ചു. എനിക്കതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത്ര സുഖകരമായി തോന്നിയില്ല. എങ്കിലും ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ച ആളല്ലേ, ഞാനത് കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ആ എന്തായാലും സാറിന് ഒത്തിരി നന്ദിയുണ്ട്, ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം, നീ ഇവിടെ ഇരിക്കുക, സാറിനോട് കുറച്ചു നേരം സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നില്ലെന്ന്. അപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അമ്മയും പിന്നെ അദ്ദേഹത്തിനും വേറെ പല ആവശ്യങ്ങളുമുണ്ട്, ഈ ഒരു
വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി നമ്മൾ പ്രകടിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. വലിയ കുഴപ്പമാകേണ്ട ഒരു കാര്യത്തിൽ നിന്നാണ് അദ്ദേഹം രക്ഷപ്പെടുത്തിയത്. അദ്ദേഹത്തിന് ഗിഫ്റ്റൊന്നും വേണ്ട, ആകെയുള്ളത് ചില വീക്ക്നെസ്സുകളാണ്. നീ ഇത്രയും സുന്ദരിയാണെന്ന് അദ്ദേഹത്തിന് ഫോട്ടോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ പിന്നെ വേറെ ഒരാവശ്യം അദ്ദേഹത്തിനില്ല. നീ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി എടുത്താൽ മതി. പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കുകയാണ്, എല്ലാത്തിലും നീ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് ഭർത്താവ് എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. പക്ഷേ എനിക്കാണെങ്കിൽ വല്ലാത്ത പേടി. ഞാൻ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറയുകയാണ്, എടി ഇത് നിനക്ക് ഈസിയായിട്ട് കിട്ടുന്ന ഒരവസരമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ തന്നെ എല്ലാ കാര്യങ്ങൾക്കും സമ്മതിക്കുകയാണ്. നിനക്ക് വലിയൊരു സ്വാതന്ത്ര്യമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നീ അത് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ മണ്ടിയാണ്. എന്തിനാണ് അവൻ്റെ മുഖം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അമ്മ പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല ഭയമായിരുന്നു. ഭർത്താവ് എന്നോട് ഒത്തിരി അപേക്ഷിച്ചു. അദ്ദേഹത്തിന് നന്ദി നമ്മൾ പകർന്നു കൊടുത്തേ പറ്റുകയുള്ളൂ, അത് നിർബന്ധമാണ്. അത്രയ്ക്കും വലിയ പ്രശ്നത്തിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയെന്ന്. ഗത്യന്തരമില്ലാതെ ഞാൻ അകത്തേക്ക് കടന്നു. ഹസ്ബൻഡ് പിന്നീട് വരാം, ഞാൻ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എനിക്കിതൊക്കെ പേടിയാണെന്നും മറ്റും അദ്ദേഹം പറഞ്ഞു. മോളെ, നീ സിംഹക്കൂടിലൊന്നുമല്ല അകപ്പെട്ടിരിക്കുന്നത്. ഒരു കാര്യം നീ മനസ്സിലാക്കുക, നീ എൻ്റെ ദാസിയല്ല, ഞാനാണ് നിൻ്റെ ദാസൻ. അതുകൊണ്ട് മോളുടെ ഇഷ്ടത്തിന് എതിരായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അടുത്തിരുന്ന് എന്നോട് ഒത്തിരി കാര്യങ്ങളും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും അവരുടെ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ചു. കുറേ വീഡിയോസും ഒക്കെ കാണിച്ചു. എൻ്റെ അമ്മയുടെ തുള്ളാട്ടമൊക്കെ ഞാൻ തുറന്ന് കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനാണ് ഞാൻ വെറുതെ പിടിവാശി. അതുകൊണ്ട് അദ്ദേഹം എന്നോട് അടുത്തിരുന്നപ്പോൾ ഞാനും ഓർത്തു, എൻ്റെ ആവേശത്തിൻ്റെ എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വാതായനങ്ങൾ പൂട്ടിക്കെട്ടി വെച്ചിട്ട് കാര്യമില്ലെന്ന്. അദ്ദേഹം എന്നെ വളരെ സൈക്കോളജിക്കലി ഹാൻഡിൽ ചെയ്തുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ എനിക്കത് ഒരു തിരിച്ചറിവിൻ്റെ ദിവസമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സദാചാരത്തിന് ചേർന്ന ഒരു കാര്യമേ അല്ല. ഇപ്പോൾ എൻ്റെ ഭർത്താവും ഞാനും അമ്മയും അമ്മായിച്ചനും എല്ലാം ആ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ്. ഇവിടെ ഞങ്ങൾക്കിടയിൽ ഒരു മറയുമില്ല. ഇപ്പോൾ അമ്മായിച്ചൻ പോലും എന്നോട് വളരെ അടുത്താണ് പെരുമാറുന്നത്. ഞങ്ങൾ 4 പേരും കൂടി ഔട്ടിങ്ങിനൊക്കെ പോകാറുണ്ട്. അവിടെ നടക്കുന്നത് എല്ലാം അന്യോന്യമുള്ള സ്നേഹപ്രകടനത്തിൻ്റെ അങ്ങേയറ്റമാണ്. ശരിക്കും ഇവിടെ ഇപ്പോൾ അതിർവരമ്പുകൾ ഒന്നുമില്ലാത്ത രീതിയിലായിരിക്കുന്നു. ചില സമയത്ത് കുറ്റബോധം തോന്നുമ്പോൾ ഞാൻ ഓർക്കും, എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും അമ്മായിച്ചനും എല്ലാം ഉണ്ടല്ലോ, അവർക്കാർക്കില്ലാത്ത കുഴപ്പം എനിക്കെന്താണ് എന്നോർത്താണ് ഞാൻ ഇത് പിന്തുടർന്ന് പോകുന്നത്. ഒരു പക്ഷേ എൻ്റെ കഥ മാഡം വായിച്ചു കഴിയുമ്പോൾ എന്നെ കുറ്റം പറയുമായിരിക്കും. പ്ലീസ്, എന്നെ കുറ്റം പറയരുത്, വായിച്ചാൽ മതി. ഇത് കേട്ടിട്ട് ആളുകൾ മനസ്സിൽ ശരിയോ തെറ്റോ രൂപീകരിച്ച് കൊള്ളട്ടെ എന്നാണ്. ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് നല്ലൊരു കാര്യമേ അല്ല, അതേ എനിക്ക് പറയാനുള്ളൂ.